ഒരു മഹാന്റെയും സുഹബത്തില്ല എന്നതല്ലേ ഇതിൽ നിന്ന് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇവർ കടുത്ത വഹാബിസത്തിലേക്ക് ചെന്നെത്തി. കടുത്ത വഹാബിസം, മാലമൗലൂദുകളെ മുഴുവനും നിഷേധിക്കുന്നതിലേക്ക്. നിങ്ങൾ നിഷേധിക്കാൻ ഇറങ്ങിയത് കാലഘട്ടത്തിലെ മശായിഖിനെയാണ്, പക്ഷെ നിഷേധം ചെന്നെത്തിയത് എവിടെയാണ്? എല്ലാ ഔലിയാക്കന്മാരെയും നിഷേധിക്കുന്ന അവസ്ഥയിലാണ്. അതാണ് ഇതേ വ്യക്തിക്ക് പറയേണ്ടി വന്നത്. എന്ത്? ഈ കാലത്ത് ശുബ്ഹ മാത്രമാണെന്ന് പറഞ്ഞു ഹലാല് തിന്നാത്തത് കൊണ്ട് തന്നെ വാദിക്കേണ്ടി വന്നു, ഇൽഹാമിനെ തന്നെ നിഷേധിക്കേണ്ടി വന്നു. അതും കൂടി കേട്ടോളി. എന്തുകൊണ്ട്? ഇത് ലാ സിഖത ലിഗൈരി മഅസൂമിൻ ബിഖവാതിരിഹി. മഅസൂം ആയ ആൾക്ക് ഇൽഹാം കിട്ടിയാലേ അത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത ആൾക്ക് അവൻ്റെ മനസ്സിൽ എന്ത് തന്നെ തോന്നിയാലും എത്ര നല്ലതിൻ്റെ രൂപമായാലും അവന് വിശ്വസിക്കാൻ പറ്റൂല. എന്തുകൊണ്ട് വിശ്വസിക്കാൻ പറ്റൂല? ഇത് ലാ യഗ്മനു ദസീസത ശൈത്താനി ഫീഹ. പിശാച്ച് നല്ലതിൻ്റെ ഉള്ളിൽ, നല്ലതിൻ്റെ രൂപത്തിൽ വേണ്ടാത്തരങ്ങളെയും തിന്മകളെയും കടത്തിക്കൂട്ടും. ഈ കടത്തിക്കൂട്ടുന്നത് കൊണ്ട് ഇതിൽ നിന്ന് നിർഭയത്വം, അല്ലാഹു തആല പാപ സുരക്ഷിതത്വമാകുന്ന ഇസ്മത്ത് നൽകിയവർക്കേ ഉണ്ടാവുള്ളൂ. ഇസ്മത്ത് നൽകിയ മഅസൂമീങ്ങൾ പറഞ്ഞ രണ്ട് ടീമേ ഉള്ളൂ. ഒന്ന് മുർസലീങ്ങൾ, അമ്പിയാക്കൾ, മറ്റൊന്ന് മലായിക്കത്ത്. അപ്പം എനിക്ക് മനസ്സിൽ കിട്ടിയ ഈ ചിന്ത, ഈ ബോധം ശരിയാണ് എന്ന് ഉറപ്പിക്കണമെങ്കിൽ ആള് മഅസൂമാകണം. അപ്പം എനിക്ക് അങ്ങനെ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് ഒരാൾ വാദിക്കുകയാണെങ്കിൽ ഞാൻ മഅസൂമാണെന്ന് സ്വയം വാദിക്കണം. ഇത് വിശ്വസിക്കാൻ പറ്റുമോ? മഅസൂമാണെങ്കിൽ ഓൻ ആരാകണം? ഒന്നിക്കൽ നബി ആകണോ, അല്ലെങ്കിൽ ആരാകണോ? മലക്ക് ആകണോ? ഓ മലക്കാണ് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നമുക്കറിയില്ല ഓനെ ഓൻ നബിയാണെന്ന് വിശ്വസിക്കാം. ഈ വാദം എവിടെ എത്തി? ശരിക്കും നിങ്ങൾ മറുപടി പറയണം. ഏതെങ്കിലും SBS കാരനല്ല വാദിച്ചത്. മുശാവറയിൽ ക്ഷണിതാവായി കടത്തി അടുത്ത മുശാവറയിൽ മെമ്പറാൻ പോകുന്ന ആളാണ് അല്ലേ? ഹിയാ സുന്നയിൽ ആളുകൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കേണ്ട ആളുകളാണ്. എന്താ അവർ വാദിക്കുന്നത്? മഅസൂമായ നബിക്കും മലായികത്തിനും മാത്രമേ ഇൽഹാം അനുസരിച്ച് ജീവിക്കാൻ പറ്റൂ, അല്ലാത്ത ഇൽഹാമൊക്കെയും പഠിച്ചു പോകും. ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജിലാനി, ബഹുമാനപ്പെട്ടവരുടെ അൽ ഫത്ഹുർ റബ്ബാനി, ഫത്ഹുർ റബ്ബാനിയിൽ ഔലിയാക്കളെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജിലാനി നിങ്ങൾ എവിടെ എത്തി? ഔലിയാക്കന്മാരെ എതിർത്ത് തനി വഹാബിസത്തിൽ വായിക്കുന്ന ഇബാറത്ത് ജമ്മുൽ ജവാമീന്റെ ഇബാറത്താണ്. അതിൻ്റെ താഴെ തന്നെ അതിൻ്റെ വിശദീകരണം ഉണ്ട്. കട്ട് വായിക്കുക. എന്താ പറഞ്ഞു കേട്ടോ? അൽ അംബിയാഉ, അംബിയാക്കന്മാര്, യുറബ്ബീഹുമുൽ ഹഖ് അസ്സ വജല്ല ബികലാമി, അംബിയാക്കന്മാരെ അല്ലാഹ് തർബിയത്ത് ചെയ്യുന്ന അല്ലാഹുവിന്റെ കലാമു കൊണ്ടാണ്. വൽ ഔലിയാ, ഔലിയാക്കന്മാര് യുറബ്ബീഹിം ബിഹദീസിഹി, അല്ലാഹ് അവന്റെ ഹദീസ് കൊണ്ട് അവരെ തർബിയത്ത് ചെയ്യും. എന്താ ഹദീസ്? അൽ ഹദീസ് ഹുവൽ ഇൽഹാമു ഫീ ഖുലൂബിഹിം. ഔലിയാക്കന്മാര് അവരുടെ ഹൃദയത്തിലേക്ക് അല്ലാഹ് നൽകുന്ന വിവരങ്ങൾ, അതാണ് കശ്ഫ് ഇൽഹാം. ഔലിയാ നിങ്ങൾ പറഞ്ഞ രണ്ടാളുകൾ എന്നാ പറഞ്ഞത്, ഒന്ന് മലക്കും ഒന്ന് നബിമാരും. ഓൽക്കാണ് ഇസ്മത്ത് എന്ന് പറഞ്ഞാൽ ദോഷം ചെയ്യാത്ത അവസ്ഥ, മറ്റുള്ളവർക്ക് ഇസ്മത്തില്ല. അതുകൊണ്ട് അവരുടെ ഒരു ഇൽഹാമും ഒക്കെ ശൈത്താൻ കടക്കാൻ സാധ്യതയുണ്ട്. എവിടെത്തി വാദം? റസൂലുള്ളാഹി നിങ്ങൾ പറയാ ഔലിയാക്കളെ അല്ലാഹ് തർബിയത്ത് ചെയ്യുന്നത് അവരുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന ഇൽഹാം കൊണ്ടാണ്. ഇനി മാലെന്ന് പാടി നോക്ക്. ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ എന്നാണ് നിന്നെ ഫറയെന്നും കേട്ടോവർ. ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ, അതായത് എന്നോട് പറയാതെ പറയൂ എന്നോട് പറയാതെ ഞാൻ പറഞ്ഞില്ല, ചെയ്യൂ എന്നോട് പറയാതെ ഞാൻ ചെയ്തില്ല. അതാണ് ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ല് നീ എൻ്റെ അമാനില്ലതെന്നോവർ. ആര് ചൊല്ലി?
മുശാവറ ചൊല്ലി എന്നല്ല, അല്ല ചൊല്ലി. അതെങ്ങനെ? ഇൽഹാമിലൂടെ. ഈ പറയുന്ന ഔലിയാക്കളിൽ പ്രധാനിയാണ് ഗൗസുൽ ആലം. ഗൗസുൽ ആലം തങ്ങളുടെ ഈ പറയുന്ന ഇൽഹാമിനെ മുഴുവൻ തള്ളിയിലെ മഅ്സൂമാകുന്ന നബിക്കും മലക്കുനെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞതിലൂടെ മാത്രല്ല, ഗൗസുൽ ആലമിന്റെ പ്രഖ്യാപനങ്ങൾ മർക്കസിൽ നിന്നിറങ്ങിയ ഈ ബുക്കിൽ തന്നെ കണ്ടില്ലേ? അവരിങ്ങനെ പറയാ, كم هو رملتي وأعلم علم الله أحصي حروفه وأعلم موج البحر كم هو موجتي. എന്താണ് പറഞ്ഞത്? ലോകത്ത് അല്ലാഹ് എല്ലാ വിവരങ്ങളും എനിക്ക് തരികയാണ്. അല്ലാഹനെ കുറിച്ചുള്ള ഇൽമ് എനിക്കറിയാം. അല്ലാഹനെ കുറിച്ചുള്ള ഇൽമ് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച അഖീദന്റെ ഇൽമല്ല. 20 വാജിബായ സിഫത്ത് പഠിച്ചോനൊക്കെ ഔലിയേ, നമ്മളൊക്കെ എന്നോ ഔലിയായി കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോൾ 2ാം ക്ലാസ് മുതൽ വിലായത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും. അതാണ് അള്ളാഹിനെ കുറിച്ച് അറിയാൻ അള്ളാഹുവുമായി കണക്ഷൻ ഉണ്ടാകുക. അതാണ് ഫുആദി ഇൻദ മഹ്ബൂബി മുഖീമു യുനാജിഹി വഇൻദകുമു ലിസാനി. എൻ്റെ ഹൃദയം എൻ്റെ റബ്ബുമായി സംഭാഷണത്തിലാണ്. സഹ്ലുബ്നു അബ്ദുല്ലാഹി തസ്തുരി തങ്ങൾ പറഞ്ഞില്ലേ, 30 കൊല്ലമായി ഉകല്ലിമുല്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനോട് ബന്ധം, കണക്ഷൻ, അതാ ഇൽഹാം. അത് കിട്ടിയവനാ വലിയ. അത് കിട്ടിയവർ സംസാരിക്കുന്ന സംസാര. ഇതൊക്കെ പറഞ്ഞിട്ട് മഹാൻ പറയാ, വമാ ഖുൽതു ഹാദൽ ഖൗല ഫഖ്റൻ വഇന്നമാ അതൽ ഇദ്നു ഹത്താ تعرفون حقيقتي وما قلت حتى قيل لي قل ولا تخف فأنت ولي في مقام الولاية. അല്ലാഹു എന്നോട് പറയാതെ, എന്നോട് നിർദ്ദേശിക്കാതെ ഈ വാക്കുകളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇൽഹാമിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? മഹാനരായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തൽക്കാലം ആ മുല്ലാസാനട വെച്ച് ഞങ്ങളെ മശായിഖിൻ്റെ അടുത്ത് വന്നാൽ അവരിങ്ങനെ പറഞ്ഞുതരും. അക്ക മുല്ലാസൻ ഓതി ഉള്ള കൽബും കൂടി ഇരുളടഞ്ഞ അവസ്ഥയിൽ ഞങ്ങളെ മശായിഖിൻ്റെ മുന്നിലെത്തിയപ്പോൾ അവർ ഞങ്ങളോടത് പറഞ്ഞിട്ടുണ്ട്, മോനെ ഇൽഹാമിലൂടെയാണ് സംസാരിച്ചത്. ആര് തന്നെയും മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനല്ലേ? നുബുവത്തിന്റെ ആദ്യം സ്വപ്നങ്ങളായിരുന്നു, പിന്നെ നിർദ്ദേശങ്ങളായിരുന്നു, പിന്നെയാണ് വഹിയിലേക്ക് എത്തിയത്. വഹിയിൽ ഔലിയ ആണ് ഇൽഹാം, വഹിയുൽ അംബിയ ആണ് ജിബ്രീൽ അലൈഹിസ്സലാം വരെയുള്ള വഹിയ്. അതെ, ജിബ്രീൽ അലൈഹിസ്സലാം തന്നെയും വരും. ആര് പറഞ്ഞു നിങ്ങളോട് ഇസ്മത്ത് വേണമെന്ന്? ഇസ്മത്തും ഹിഫ്ളും എന്താ വ്യത്യാസം? അംബിയാക്കന്മാര് മഅ്സൂമാണ്, ഔലിയാക്കന്മാര് മഹ്ഫൂദാണ്. വാക്കുകളിലെ വ്യത്യാസമുള്ളൂ, സംഗതി ഒറ്റൊന്നാ. അള്ളാഹു പ്രത്യേകം സംരക്ഷണം നൽകുന്നു എന്നാണ് ഇസ്മത്തിന്റെയും ഹിഫ്ളിന്റെയും മഅന. നഹ്വിന്റെ 4 ഖായിദകൾ അങ്ങോട്ട് തിരിച്ചും മറിച്ചും പറഞ്ഞ് വിലായത്തിന്റെ അഹ്ലികാരെ കുറിച്ച് മിണ്ടാൻ വരരുത്. അവനവന് കൊള്ളുന്നത് അത് ധരിച്ചാൽ മതി, അതിനപ്പുറത്തേക്ക് പോണ്ട. അവിടുന്ന് അങ്ങോട്ട് പോയാൽ പിടിക്കേണ്ടവർ പിടികൂടും. കണ്ടില്ലേ? വഖ്തലഫൽ ഉലമാ ഫീ ഹുജ്ജിയത്തിൽ ഇൽഹാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇബ്നു ഹജർ തങ്ങൾ പറയാ, ഇൻദ സൂഫിയ അന്നഹു ഹുജ്ജ. സൂഫിയാക്കൾ അവരാണ് ഇസ്ലാമിന്റെ ആളുകൾ, അവർ മാത്രമാണ് അള്ളാഹുവിന്റെ ആളുകൾ. പറഞ്ഞില്ലേ ഇമാം ഗസാലി തങ്ങൾ? അവരല്ലേ അത് പറയേണ്ടത്. അവര് പറയുന്നു ഇൽഹാം ഹുജ്ജത്താണ്, വഇല്ലം യകുൽ ലഹുമുൽ ഇസ്മ. ഇന്ന് പറഞ്ഞ ഇയാൾക്ക് അന്ന് തന്നെ മറുപടി, അതിന് മഅ്സൂം ഒന്നാകണ്ട, ഇസ്മത്ത് ഹുജ്ജ, ഇസ്മത്ത് വേണ്ട, അള്ളാഹ് കൊടുക്കുന്ന ഇൽഹാം അത് ഹുജ്ജത്താണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഹുജ്ജത്തല്ല എന്ന്. അതിനെക്കുറിച്ച് മഹാൻ പറയാണ്, അത് പറയാനുള്ള കാരണം ലിഅല്ലാ യദ്ദഈഹി വയഹ്തജ്ജ ബിഹി മൻ ലൈസ മിൻ അഹ്ലി. ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ അത് ആമായ സംഗതിയാണ്. അത് ഓതി കൊടുക്കുന്നു ഈ ടീമല്ലേ. അവിടെ ഹുജ്ജത്താണ് ഇൽഹാം പറഞ്ഞാൽ ഓരോരുത്തരും വരും. ഇയാവ് സുന്നിന്ന് ഒരുത്തം വരും, അപ്പുറത്തുനിന്ന് ഒരുത്തം വരും എന്ന് ഓൻ പറയും, എനിക്കും നല്ലൊരു ഹുജ്ജത്തുണ്ടായി, ആ വലിയല്ല എന്ന് പറഞ്ഞു വരും. അങ്ങനെയുള്ളവർ വരാതിരിക്കാനാണ് ഫിഖ്ഹിൽ
അത് പറയാതിരുന്നത്. അല്ലാതെ ഫുഖഹാ ഇതിനോട് എതിരായിട്ടല്ല. ലാലി ഇൻകാരിഹി മിൻ അസ്ലിഹി, അത് നിഷേധിച്ചത് കൊണ്ടല്ല. കൈഫ ഇബ്നു എങ്ങനെ നിഷേധിക്കാൻ കഴിയും? അത് നിഷേധിക്കാൻ കഴിയില്ല. വൽ ഹദീസു സ്വഹീഹു, സ്വഹീഹ് ഹദീസിൽ പറഞ്ഞതല്ലേ അത്. എൻ്റെ ഈ ഉമ്മത്തിൽ ഇൽഹാമുള്ളവരുണ്ടെന്ന ഹദീസ് അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ മാത്രല്ല ഈ കശ്ഫ് എന്ന് പറയുന്ന അത്ര ശക്തിയായ ഉറപ്പുള്ള ഇൽമേറെ വേദമുള്ളത്. ഇബ്നു അറബി തങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഉലൂമുൽ കശ്ഫിലി അന്നഹാ മിൻ ഇൽമിൽ യഖീൻ ഔ മിൻ ഐനിൽ യഖീൻ ഔ ഹഖിൽ യഖീൻ. അതാണ് ശരിയായ ഉറപ്പ്. കാരണം അള്ളാഹ് നേരിട്ട് പറയല്ലേ, ഇതെന്തെങ്കിലും തോന്നലല്ലത്. ആ തോന്നലിനൊക്കെ അവർ കറക്റ്റ് ചെയ്ത രൂപമുണ്ട്. അൽ മിനനുൽ കുബ്ര എന്ന് പറഞ്ഞൊരു കിതാബുണ്ട് ഇമാം ഷഹറാനിക്ക്. ഇൽഹാം വന്നതിൻ്റെ വ്യത്യസ്ത, ഇൻഷാ അല്ലാഹ് അത് മാത്രം നമുക്കൊന്ന് പറയേണ്ടതുണ്ട്. ഇൽഹാം ഷഹറാനി ഇമാമിന് വന്ന കഥ പറയുന്നുണ്ട് ഇതില്. ബഹുമാനപ്പെട്ടവർ അലിയുൽ ഖവാസ് തങ്ങളെ സമീപത്തെത്തിയപ്പോൾ അലിയുൽ ഖവാസ് ഉമ്മിയായ ഷെയ്ഖ ഒരു കിതാബും പഠിച്ചിട്ടില്ല. മഹാൻ ആദ്യം പറഞ്ഞെന്താ അറിയോ? എൻ്റെ അടുത്തുള്ള എല്ലാ കിതാബും വിറ്റിട്ട് ഇങ്ങോട്ട് വാങ്ങും, കിതാബ് മുഴുവൻ വിൽക്കണം, എന്നോട് ദേഷ്യം പിടിക്കണ്ട, ഞാനുള്ളത് വായിച്ചതാണ്. കണ്ടില്ലേ, അന്നഹു അമറനി അവ്വല ഇജ്തിമാഇ അലൈഹി ബിബൈഇ ജമീഇ കുതുബി, എല്ലാ കിതാബും ഒഴിവാക്കി വിറ്റിട്ട് വാ. ഇതിങ്ങനെ ഹത്താ സിർതു കുത്തുബാന്ന് പാട്ടുപാടിയിട്ടല്ല. ആ ഇൽമു അൽ ഇൽമു ബില്ലയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമാണ്. അതുകൊണ്ട് ആ കുത്തുബ് ആയതല്ല, കുത്തുബ് ആയതിനെ പ്രഖ്യാപിച്ചതാ. അതൊക്കെ ശൈഖുനയിൽ നിന്ന് പഠിക്കണ്ടേ എന്നിങ്ങനെ നോക്കിയിട്ട് പറയാ. കിതാബ് വിറ്റാ പോരാവ തസദ്ദുഖ് ബി സമനിഹ, അതിന്റെ പൈസ മുഴുവനും സ്വതക്ക ചെയ്ത് വാ. ഫഅൽതു, മാൻ പറയാ വലിയ പ്രയാസമുള്ള കാര്യം തന്നെ ഇന്ന് വക്കാനത്ത് കുത്തുബൻ നഫീസ കശറഹി റൗള് വൽ മത്ലബ് വൽ ഖാദിം വൽ ഖൂത്ത് വഗൈരിഹിമ, വലിയ വലിയ കിതാബല്ലേ, ഒക്കെ വിറ്റ് ഞാൻ പോയി. വിറ്റുപോയപ്പോൾ എന്നോട് പറഞ്ഞു, കിതാബൊക്കെ വിറ്റിട്ടുണ്ട്, പക്ഷേ നിന്റെ മനസ്സിൽ ഇപ്പോഴും കിതാബുമായി ഒരു ബന്ധം അവശേഷിക്കുന്നു, അത് മുഴുവനും ഒഴിവാക്കണം. അതിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മുൽത്തഫിത്തുല്ലായസിൽ, തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരൂല. ഇവലത് കൊണ്ടുവച്ചത് എങ്ങനെ അറിയോ? സംഘടനയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേതാക്കന്മാർ പറഞ്ഞതിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട, അങ്ങനെ തന്നെ ചെയ്താൽ മതി എന്നാണ്. അതിനകത്ത് ഉപയോഗിച്ച് ഇതങ്ങനല്ല, കിതാബ് മുഴുവൻ വിറ്റുവാ, അതിലേക്ക് തിരിഞ്ഞു നോക്കാനേ പാടില്ല. എന്നിട്ട് അപ്പം ഞാൻ പിന്നെയും മനസ്സൊക്കെ ക്ലിയറാക്കി വന്നു. ഒരുപാട് കാലം എനിക്ക് റിയാദകൾ തന്നു, പല പല ഫിഅലുകളും ഞാൻ ചെയ്തു. അങ്ങനെ ഒരുപാട് കാലം ഞാൻ എൻ്റെ പണിയെടുത്ത് മുന്നോട്ട് പോയപ്പോൾ ഒക്കെ അലിയുൽ ഖവാസ് തങ്ങളുടെ നിർദ്ദേശത്തിൽ ഈ വഴിയാണ് യഥാർത്ഥ സൈർ, അതിലൂടെ പോണ്ടി. അല്ലാതെ മീസാൻ ഇങ്ങനെ മാന്തി കുത്തർന്നാൽ സുലൂക്കാവുന്ന ആരാങ്ങളോട് പഠിപ്പിച്ചേ എന്തെങ്കിലും മനസ്സിലാക്കി വെച്ചത്? എന്തൊരു അബദ്ധമാണത്. ഒരു സംഗതിക്കൊരു വഴിയില്ലേ എന്തിനും. ആ വഴി ചെയ്യാതെ അപ്പുറത്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത സംഗതി ഉണ്ടാവോ? ആർക്കതറിയാത്ത. അങ്ങനെ എനിക്കൊരു ഇൽഹാമ് വന്നു എന്നാണ് ഇമാം ഷഹറാനി തങ്ങൾ പറയുന്നത്. അങ്ങനെ ഞാൻ വലിയ കാര്യത്തിൽ അതൊക്കെ എഴുതി വച്ച് ഒരുപാട് സന്തോഷത്തിൽ എൻ്റെ ഷെയ്ഖായ അലിയുൽ ഖവാസ് തങ്ങളെ സമീപത്തേക്ക് ചെന്നപ്പോൾ അവർ പറഞ്ഞു, മോനെ ആ വന്ന ഇൽഹാമൊക്കെ ഒഴിവാക്കണം. എന്തുകൊണ്ട്? നിന്റെ ഹൃദയത്തിൽ എവിടെയോ ചില കാര്യങ്ങൾ കൂടി ഒഴിവായി അത് സംശുദ്ധമാകേണ്ടതുണ്ട്, ഒരു കലർപ്പുമില്ലാത്ത അവസ്ഥയിൽ വരണം. വഖാൽ ഹാദാ ഇൽമുൻ മഖ്ലൂത്തുൻ ബിഫിക്രിൻ വകസ്ബിൻ, നിന്റെ കയ്യിലുള്ള ഇൽഹാമ് നിന്റെ ചിന്തയോട് അതിനെന്തോ ഒരു ബന്ധമുണ്ട്, അതുകൊണ്ട് അത് മുഴുവനും ഒഴിവാക്കണം. ഫഗസൽതുഹാ, ഞാൻ എഴുതി വെച്ചതൊക്കെ മായിച്ചു. വഅമറനി ബിൽ അമൽ അലാ തസ്ഫിയത്തിൽ ഖൽബ് മിൻ ശബാഇബിൽ ഫിക്ർ, കാലങ്ങൾ എന്നെ പിന്നെയും പണിയെടുത്തു. അങ്ങനെ അതാ എന്നോട് പറഞ്ഞു, മോനെ ബൈനക വ ബൈന ഇൽമിൽ വഹബിൽ ഖാലിസ് അൽഫു മഖാം, ഇനിയും ആയിരക്കണക്കിന് മഖാമുകൾ പിന്നിടണം. മക്കാം ഇങ്ങനെ പോയി സിയാർത്ത് ചെയ്ത് പോവല്ലത്, ഓരോ മക്കാമുകൾ പോയി 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 മഹാൻ പറയാണ്, ഫസിറുത്തു, ഞാനിങ്ങനെ ആ യാത്രയിൽ മുഴുവനും ഞാൻ ഒഴിവാക്കി പോയപ്പോ ഫതഹ ബിഹി അലയ്യ, പിന്നെയും എനിക്ക് വന്നുകൊണ്ടേയിരുന്നു. അലിയുൽ ഖവാസ് തങ്ങളത് വൃത്തിയാക്കിക്കൊണ്ടേയിരുന്നു, ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു.
അങ്ങനെ അവസാനം ഖാലിസായി ഒരു പിശാചിന്റെ വിഹിതവും ചേരാതെ നേരായ ഇൽഹാം വന്നപ്പോൾ മഹാനന്നോട് പറഞ്ഞു, ഇപ്പോഴാണ് അപ്പറഞ്ഞ ഇൽഹാമിൽ നീ എത്തിയത്, ഇനി ഇവിടെ നിന്നങ്ങോട്ട് ഇൽഹാമും സ്വീകരിച്ചോളൂ എന്ന് അലിയുൽ ഖവാസ് തങ്ങൾ എന്നെ ഉപദേശിച്ചു. ഫഹാദാ കാന സൂറത്തു ഫത്ഹി. അല്ലാതെ ഇതിങ്ങനെ പിന്നെ ഒരെങ്കിലും ജാറത്തിൻ്റെ മുകളിൽ ഒരു പച്ചത്തുണി ആയിട്ടാണ്ട് ഇരുന്ന് പിറ്റേന്ന് അവന് ഇൽഹാം വന്ന് അതിൻ്റെ ആവശ്യമില്ല. ആദ്യം കണ്ട് പോയി സഞ്ചാനോദി അൽഫിയത്തോടുകൂടി ഇൽഹാം വരാൻ തുടങ്ങും. പിന്നെ കുറച്ചും കൂടി തഫ്സീർ മിഷ്കാത്താവുമ്പോൾ ഇൽഹാ എന്നുള്ള ഹായിലെത്തും. അതിങ്ങനെ പോയി ഖാലി ഹംദുല്ല, മുല്ലാ ഹസൻ പോലെയുള്ള ഏറ്റവും വലിയ എടാകൂടങ്ങളിൽ എത്തുമ്പോൾ മഅരിഫത്തുമായി ഇൽഹാമായി. ആ ഇൽഹാം അത് തള്ളണ്ടിയാണ്, യാതൊരു സംശയവുമില്ല. ഇതല്ല, ഇത് ഈ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ എവിടെ എത്തിയത്? ഇൽഹാമിന്റെ ഇനങ്ങളെ തന്നെ തള്ളിയാൽ പിന്നെ മുഹിയദ്ദീൻ മാലയുണ്ടോ? റിഫായി മാലയുണ്ടോ? എവിടെന്നാണ് നിങ്ങളൊക്കെ കിതാബ് പഠിച്ചത്? ഇൽഹാമിനെ തന്നെ തള്ളുന്ന അവസ്ഥയിൽ ഇവരെത്തിയില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഏറ്റവും വലിയ അപകടത്തിലാണ് അവരുള്ളത്. വലിയ അപകടത്തിൽ. രക്ഷപ്പെടുത്താൻ ആർക്ക് കഴിയും? ഇ കെ ഉസ്താദിന്റെ വഴിയിൽ നിന്ന് മാറിപ്പോന്നതിൻ്റെ തനി കുരുത്തക്കേടല്ലേ? ഇ കെ ഉസ്താദ് കണ്ടില്ല നിങ്ങൾ? ഇൽഹാമുണ്ട് എന്ന് വാദിച്ചോ? ഇൽഹാമിനെ അവർ നിഷേധിച്ചോ? ഇൽഹാമിനെ അവർ സ്ഥിരപ്പെടുത്തുകയാണ് ചെയ്തത്. അതാ ഉലമാ. ഇ കെ ഉസ്താദ് മഹാനരായ സഈദ് സിറാജുദ്ദീൻ തങ്ങളെയും ശൈഖുൽ മശായിഖ് മടവൂർ ശൈഖുനയെയും അതുപോലെയുള്ള ഔലിയാക്കളുടെ കാലിൻ്റെ കീഴിൽ ചെന്ന് അവരെ വണങ്ങിയിട്ട് ഉന്നത സ്ഥാനത്ത് എത്തി വിലായത്തും ശൈഖൂഹിയത്തൊക്കെ എത്തിയ മഹാമനീഷിയാണ് മഹാനരായ ശംസുൽ ഉലമാ ഇ കെ ഉസ്താദ് അവറുകൾ. ആ വഴിയിൽ നിങ്ങൾ പോയപ്പോൾ നിങ്ങളിപ്പോൾ എവിടെ ഉള്ളത്? ഇപ്പോൾ നിങ്ങളെന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി. മുല്ലാ ഹസനിൽ മഅരിഫത്ത് കണ്ടെത്തുന്നവർ, ഔലിയാക്കളെ ഇൽഹാമിനെ വരെ തള്ളുന്നവർ,